കലൂർ സ്റ്റേഡിയത്തിന് സമീപത്തെ തോട്ടിലെ പോള വാരി പ്രതിഷേധിച്ച് നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാർ കർണക്കോടം തോട്ടിൽ നിറഞ്ഞു കിടന്ന പോള വാരിയാണ് പ്രതിഷേധിക്കുന്നത്. നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ നഗരസഭ ഒന്നും ചെയ്തില്ല എന്നാണ് ആരോപണം. ബിനിൽ വിവരങ്ങളുമായിട്ട്. ബിനിൽ, ഈ മഴയ്ക്ക് മുൻപേ പ്രതിപക്ഷ കൗൺസിലർമാർക്ക് ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്താമായിരുന്നു. അവരുടെ ഭാഗത്തുനിന്ന് കാര്യങ്ങളായിട്ടുള്ള ഇടപെടൽ ഉണ്ടായില്ല എന്നും കൂടി കരുതണ്ടേ? എന്തായാലും ഇപ്പോഴെങ്കിലും പ്രതിഷേധമായി വരുന്നുണ്ടല്ലോ, എന്തെങ്കിലും ഗുണമുണ്ടാവുമോ? ദിവിഷ, വ്യത്യസ്തമായൊരു പ്രതിഷേധമാണ് ഇപ്പോൾ കൊച്ചി നഗരത്തിൽ കാണുന്നത്. കാരണം ഇന്നലെ മുതൽ നമ്മൾ കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടൊക്കെ കണ്ടതാണ്. MG റോഡിലും പരിസര പ്രദേശങ്ങളിലൊക്കെ വെള്ളം പൊങ്ങിയത് കണ്ടതാണ്. ഇവിടെ കാർണക്കോടം തോട് പ്രധാനപ്പെട്ട ഒരു തോടാണ്. ആ തോട്ടിൽ ക്ലീനിങ് നടന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പല കൈവഴികളിലും ഇപ്പോൾ പോളകൾ നിറഞ്ഞു കിടക്കുകയാണ്. അതാണ് പ്രതിപക്ഷ കൗൺസിലർമാർ എത്തി ഇപ്പോൾ നീക്കം ചെയ്യുന്നത്. അവർ ആരോപിക്കുന്നത് മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി പലയിടത്തും പോള നീക്കിയെന്ന് അവകാശപ്പെടുന്നുവെങ്കിൽ പോലും അത്തരത്തിൽ പല കൈവഴികളിലും പോളകൾ നീക്കിയിട്ടില്ല എന്നതാണ്. ഇപ്പോൾ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട കൗൺസിലർമാരൊക്കെ നമുക്കൊപ്പം ചേരുന്നു. KPC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് ഉണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വന്നത്? യഥാർത്ഥത്തിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ചെയ്യേണ്ട മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നഗരസഭ ചെയ്തിട്ടില്ല. നഗരസഭയ്ക്ക് 6.5 കോടി രൂപ മുടക്കിയിട്ട് ചെളി വാരാനുള്ള ഒരു മെഷീൻ കഴിഞ്ഞ വർഷം നമ്മൾ വാങ്ങിച്ചതാണ്. അത് എവിടെയാണെന്ന് കൂടി നഗരസഭയ്ക്ക് അറിയില്ല. ഇന്നലെ ചങ്ങാടംപോക്ക് തോട് ഏറ്റവും വലിയ തോടാണ്. അവിടെ ചെളി വരാൻ കഴിയാതിരുന്നപ്പോൾ ഈ മെഷീൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരമില്ലായിരുന്നു. നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയില്ല. ഈ പോള വാരി എന്നാണ് പറയുന്നത്. ഇത് മോൾത്തട്ടിൽ ചെയ്യേണ്ട ഒരു ജോലിയാണ് പോള വാരുക എന്ന് പറയുന്നത്. ഡീപ്പ് ഡീസിൽറ്റിംഗ് ചെയ്യേണ്ട തോടുകളാണ് ഇതൊക്കെ. ഡീപ്പ് ഡീസിൽറ്റിങ്ങും ചെയ്യുന്നില്ല, മുകളിലുള്ള പോള പോലും വരുന്നില്ല. അതുകൊണ്ടാണ് കൊച്ചി നഗരം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിപ്പോയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പ്രതിപക്ഷ കൗൺസിലർ, നിങ്ങളിത് പ്രതിപക്ഷം ഇത് കൗൺസിലിൽ ഉന്നയിച്ചിരുന്നില്ലേ? ഈ മഴക്കാലത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകും, പ്രത്യേകിച്ച് കൊച്ചിയിൽ. ഇതൊക്കെ നിങ്ങൾ നേരത്തെ മുൻകൂട്ടി കണ്ടിരുന്നില്ല? നേരത്തെ മുൻകൂട്ടി ഞങ്ങളെല്ലാം കൗൺസിലിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചാണ്. മേയർ അവസാനം സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. 80% വർക്ക് തീർന്നെന്ന് പറഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. ഞങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് എല്ലാ കാണകളിലും തോടുകളിലും വായലുകളും പ്ലാസ്റ്റിക് കുപ്പികളും നിറഞ്ഞിടക്കുന്നൊരവസ്ഥ. ഇപ്പോൾ ഇന്നിവിടെ കോരിയേക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടിട്ട് ഇന്നിവിടെ കോരിയേക്കുന്ന സ്ഥലത്ത് തന്നെ കോരിയിട്ട് അവിടെ നിന്ന് മാറ്റിയിട്ടില്ല. അവിടെ തന്നെ സൈഡിൽ കൂട്ടി വെച്ചേക്കുന്നുണ്ട്. ഏത് നിമിഷവും നല്ലൊരു വെള്ളക്കയറ്റം വന്നു കഴിഞ്ഞാൽ ആ കോരി വെച്ചേക്കുന്ന മുഴുവൻ കാണയിലേക്ക് തന്നെ പോകും. അപ്പോൾ ഇതൊരു പ്രഹസനമായിട്ടാണ് കൊച്ചി നഗരസഭ ഈ കാണകോരൽ നടത്തുന്നത്. അവസാന നിമിഷമാണ് സക്കറും ജെറ്റിംഗ് കം മെഷീനും. ഇതേപോലെ ഇത്തരം ഒരു അനാസ്ഥ കാണിച്ചിട്ടുള്ളൊരു മേയർ വേറെ ഉണ്ടാവില്ല. എന്നിട്ട് സക്കർ കം ജെറ്റിംഗ് മെഷീൻ മഴക്കാലമാണ്, നമ്മൾ അലർട്ട് തന്ന് റെഡ് അലർട്ട് പോലും തന്നിട്ടും പോലും ആ മെഷീൻ പോലും സംഘടിപ്പിക്കാൻ പെട്ടിയും പറയും. പല സ്ഥലങ്ങളിലും പെട്ടിയും പറയുമ്പോൾ ഒരു ടെൻഡർ പോലും ചെയ്തിട്ടില്ല. ആ ഒരു അവസ്ഥയിലേക്കാണ് നിൽക്കുന്നത്. ഇത് അടിയന്തരമായ ഇടപെടലിൽ കൊച്ചി മുങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നത്. ഭരണപക്ഷം കൃത്യമായി ഇടപെട്ടില്ല, മേയർ ഇടപെട്ടില്ല. അത് തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കാർണക്കോടം തോടിൻ്റെ അതിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്ന ഒരു കൈവഴിയാണ്. ആ കൈവഴിയിലാണ് ഇത്തരത്തിൽ പോളകൾ നിറഞ്ഞു കിടക്കുന്നത്. അതാണ് ഇപ്പോൾ പ്രതിപക്ഷ കൗൺസിലർമാർ കൂട്ടത്തോടെ എത്തി നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഈ കോർപ്പറേഷൻ ഭരണാധികാരികൾക്ക് മുന്നിൽ തങ്ങളുടെ പ്രതിഷേധം അവതരിപ്പിക്കുകയാണ്. ഇത്തരത്തിലാണ് നിങ്ങൾ ഇവിടെ ക്ലീനിങ് നടത്തിയിട്ടുള്ളത്, ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ ക്ലീൻ ചെയ്യാനുണ്ട്. അത് പ്രതിപക്ഷം ഭരണപക്ഷത്തിന് മുന്നിലും ജനങ്ങൾക്ക് മുന്നിലും അവതരിപ്പിക്കാൻ വേണ്ടിയാണ് അവർ ഇത്തരത്തിലൊരു വ്യത്യസ്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത്. ശരിയാണ്. പിന്നെ എന്തായാലും പ്രതിഷേധങ്ങൾ തുടരുകയാണ്. ഇതൊക്കെ നേരത്തെ കാലേ കൂട്ടി എല്ലാ കൗൺസിലർമാരും, പ്രതിപക്ഷമോ ഭരണപക്ഷമോ ആരും ഇതൊക്കെ ശ്രദ്ധിച്ച് ജനങ്ങളുടെ ദുരിതം ഉണ്ടാകരുത് എന്ന ചിന്താഗതിയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. എന്തായാലും ഇപ്പോഴെങ്കിലും പ്രതിഷേധിക്കുന്നുണ്ടല്ലോ നടപടികൾ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ 6 കോടിയുടെ പോള വാരുന്ന മെഷീൻ എവിടെയെന്ന് പോലും കോർപ്പറേഷൻ അറിയില്ല എന്ന വിമർശനമാണ്. അതാണ് ഗതികേട്. ഇപ്പോൾ ജനങ്ങൾ അനുഭവിക്കുക തന്നെ. ബില്ലാണ് വിവരങ്ങൾ നൽകിയത്.